ഇഷ്ടമായി ഇറങ്ങാൻ. എല്ലാവരും വന്നതിന് ശേഷം പോകാൻ പറ്റിയത് തന്നെയാണ്. ഹത്തേക്ക് അടിപൊളിയായിട്ടുണ്ടാവും. നമ്മൾ ഒരു 2 മണിക്കൂറോളം മഞ്ചുമാനിൽ നിന്ന് ദുബായ് ഹത്തേക്ക് ഉണ്ട്. നമ്മൾ ഡെന്നർ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വ്യൂസും നല്ല പ്ലേസ് ആയിരുന്നു. അവിടെ പോയി നോക്ക് ഫ്രണ്ടിക്ക്. നല്ല വിശപ്പായി. ഒരുപാട് ഹോട്ടലൊക്കെ തന്നെ ഒരു ഹോട്ടൽ പോലും ഇല്ല. ലാസ്റ്റ് നമ്മൾ ഹത്ത എത്താറായി ഒരു അരമണിക്കൂർ മുന്നായിട്ടാണ് നമ്മൾ ഇത്രയും ഷോപ്പുകൾ കണ്ടത്. നമ്മൾ എന്നിട്ട് ലാസ്റ്റ് വിഷം ഒരു ഹോട്ടലിൽ കയറിയത് വിഷമുള്ള കാരണം ഇഷ്ടമുണ്ടായിരുന്നു. കൊടുക്കാത്തതിന് കരയിടോക്ക് കഴിഞ്ഞ് ഹത്തേക്ക് എത്താൻ ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു കനാൽ പോലെ ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് കളിച്ചെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. യെസ് ഗൈസ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അത് എത്ര ആൾ എന്തൊക്കെ കറിയുണ്ടല്ലേ ആമേ മറ്റാൾക്ക് നീക്കൂ വെള്ള അലർജിയാണോ? അതിന് കാണുന്നുണ്ടാ. എനിക്ക് കുളിക്കണേ. ലഡാമട്ട അടിപൊളിയായിരുന്നു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസ് ആയിരുന്നു. അവിടെ ഇപ്പം എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. വല്ലാണ്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഇവിടെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് എവിടെയെന്ന് വെച്ചാൽ ഹത്താദാൻ്റെ വിളിക്കടി
നല്ല സ്ഥലങ്ങള്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ബസ് ഉണ്ട്, പക്ഷെ നമുക്കത് കിട്ടിയില്ല. നമ്മുടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ നടന്ന് ഒരുപാട് നടന്ന് ഇത്രയും നടന്നിട്ടാണ് അത് കാണാൻ പറ്റിയത്. പ്രത്യേകിച്ച് ഇപ്പൊ ഹോളിഡേ അല്ലേ. കണ്ട ബാക്കിയുള്ള പ്ലേസൊന്നും അവിടെ കാണാൻ പറ്റില്ല. ഹത്തയിൽ നമ്മളവിടെ ലേറ്റായി. നമ്മളെന്തായാലും തിരിച്ച് അത്താദാമി പോയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണിതരായി. അതിന് എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ജുമേറ ബീച്ചിൽ പോയി കുളിക്കുകയാണ്. നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ഹത്തയിൽ നിന്ന് നേരെ ജുമേറയിൽ പോയിട്ടുണ്ടായിരുന്നു. ജുമേറ പിന്നെ അറിയാലോ അടിപൊളി പ്ലേസാണ്, നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.